വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. ഫുൾഹാം നിൽ, യുണൈറ്റഡ് 1, 3 പോയിൻറ്റ്സ്, ക്ലീൻ ഷീറ്റ്, ഹാപ്പി ഡേയ്സ്. അപ്പോൾ അങ്ങനെ 2 മത്സരങ്ങൾ നമ്മൾ അടുപ്പിച്ച് വിജയിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്നലത്തെ കളി ഒരു ഔട്ട് ആൻഡ് ഔട്ട് സ്നൂസ് ഫെസ്റ്റ് എന്ന് പറയുന്നത്. 2 മിഡ് ടേബിൾ ടീമുകൾ തമ്മിലുള്ള ക്ലാഷ്. അതാണ് റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അതാണ് നമ്മളെക്കാളും ബെറ്റർ ടീമാണ് ഫുൾഹാം. ടേബിൾ ഡോൺ ലൈ. നമ്മളെക്കാളും മുമ്പിലുള്ള, നമ്മളെക്കാളും പോയിൻറ്റ്സ് ഉണ്ട്, നമ്മളെക്കാളും ബെറ്റർ ഗോൾ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ഒരു ഔട്ട് ആൻഡ് ഔട്ട് ബോറിംഗ് മത്സരം എന്ന് പറയാം. കളിയിലെ എക്സ്പെക്റ്റഡ് ഗോൾസ് മാത്രം നോക്കിയാൽ നമ്മുടേത് 0.25, അവരുടെ 0.6 ചില്ലറ എങ്ങാണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്റ്റഡ് ഗോൾ എന്ന് പറഞ്ഞാൽ കമ്പൈൻഡ് എക്സ്പെക്റ്റഡ് ഗോൾ പോലും മത്സരത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടായിരുന്നില്ല. നമ്മളെക്കാളും കൂടുതൽ ഷോട്ടുകളൊക്കെ എടുത്തുകൊണ്ടിരുന്നത് ഫുൾഹാമാണ്. നമ്മൾ ആകെ 1 ഷോട്ട് ഓൺ ടാർഗറ്റ്. അപ്പോൾ അത് ലിസാൻഡ്രോയുടെ ആ ഒരു ലോങ് റേഞ്ചർ ചക്കയിട്ടപ്പം മുയലെത്തുന്നുള്ള രീതിയിൽ ഇങ്ങനെ വന്ന് പൊങ്ങി അകത്തേക്ക് കയറി ലിസാൻഡ്രോ. അങ്ങനെ കുറച്ച് ഷോർട്ട് അറ്റംപ്റ്റ്സ് ഒക്കെ കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ അത് പുള്ളി ആ ലെഫ്റ്റ് സൈഡ്, നമ്മൾ നേരത്തെ ടെൻ ഹാഗിൻ്റെ അണ്ടറിലൊന്നും അങ്ങനെ അധികം കണ്ടുകൊണ്ടിരുന്നൊരു കാര്യമല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു ലെഫ്റ്റ് സൈഡ് സെൻറ്റർ ബാക്ക് എന്നുള്ള റോൾ ആദ്യമൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത് പുള്ളിക്ക് സ്യൂട്ട് ആവില്ല എന്നുള്ള തരത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് സ്യൂട്ട് ആവുന്ന പോലെ പുള്ളി അഡാപ്റ്റ് ആവുന്നുണ്ട് ലിസാൻഡ്രോ. അപ്പോൾ എങ്ങനെയായാലും ഒരു ഗോൾ അടിച്ച് നമ്മൾ ജയിച്ചു എന്നുള്ളതാണ്. അതല്ലാതെ ആ കളിയിലേക്ക് വന്ന് കഴിയുമ്പോൾ ഡിഫെൻസീവ്ലി നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു, ഡീസൻറ്റ് പെർഫോമൻസ്. പക്ഷേ അറ്റാക്കിംഗ് വൈസ് നമ്മൾ യാതൊന്നും ചെയ്യുന്നുണ്ടായില്ല എന്നുള്ളതാണ്. ഹോയിലൻഡിനെ പറ്റി പറയാനുണ്ട്. അപ്പോൾ ആകെ ഒരു ഓർത്തിരിക്കാൻ പറ്റുന്നൊരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹാഫിലേക്ക് വന്നപ്പോൾ ഗാർനാച്ചോ നന്നായിട്ടൊരു കട്ട് ചെയ്ത് മസറാവിയായിട്ടൊരു 1-2 ഉണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു ആകെ ഒരു ഓർത്തിരിക്കാവുന്നൊരു മൊമെൻറ്റ്. പിന്നെ അമാദിൻ്റെ ആ ഡിസലോവായിട്ടുള്ള ഗോള്. അപ്പോൾ അങ്ങനെ അറ്റാക്കിംഗ് വൈസൊക്കെ നമ്മൾ പരമശോകം. ഇനിയിപ്പോൾ സംസാരിക്കാനുള്ളത് ഹോയിലൻഡിനെ പറ്റിയിട്ടാണ്. ബ്രോക്ക് ലെസ്നർ ഇടി കൂടാൻ വേണ്ടി മാത്രം ഒരു പ്ലെയർ, ഒരു ഷോട്ടില്ല, ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. എന്താ പറയുക, ഡ്യുവൽസ് പിന്നെ ഇടി കൂടാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. ഡ്യുവൽസ് വിൻ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന് 40% ആണ് അവൻ്റെ ഡ്യുവൽ വിൻ സക്സസ്. അതും എന്തിനാണ് ഇങ്ങനെ ഈ ഡിഫൻഡറോട് ഇങ്ങനെ ചേർന്ന് മുട്ടുരുമിയാണ് നിൽക്കുന്നത്. ഇവൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഓടാൻ പറ്റും എന്നുള്ളത്. നല്ല പവറിൽ ഓടാൻ പറ്റും. അതുപോലെ തന്നെ അവൻ ആ ഒരു സ്ട്രെങ്ത് ഉണ്ട്. അതാണ് അവൻ്റെ മെയിൻ എബിലിറ്റി എന്ന് പറഞ്ഞ സംഭവം അതാണ്. പക്ഷേ ഇവൻ ഈ ഡിഫൻഡറായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് ശേഷം ഇരുന്ന് ഇങ്ങനെ ഇടിയോട് ഇടിയാണ്. ഇത് ഇടി ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നല്ല ഗുണം കിട്ടുന്നുണ്ടോ, ഡ്യുവൽസ് വിൻ ചെയ്യുന്നുണ്ടോ, അതുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഹാലൻഡൊക്കെ ചെയ്യണ പോലെ ഡിഫൻഡറിനെ കൈ കൊണ്ട് തള്ളിയിട്ട് ബോൾ വരുമ്പോൾ ഓടാനുള്ള സെറ്റപ്പിൽ അങ്ങനെ ചാനൽസിലൂടെ റൺ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവൻ്റെ സ്ട്രെങ്ത്തിനനുസരിച്ചല്ല കളിക്കുന്നത്. ഇപ്പോൾ ഇന്ന് തന്നെ ഒരു സ്റ്റാറ്റ് കണ്ടു, 48 മത്സരങ്ങളിൽ പ്രീമിയർ ലീഗിൽ ഇറങ്ങിയിട്ട് 36 മത്സരങ്ങളിലും ഗോൾ അടിച്ചിട്ടില്ല. നമ്മുടെ സ്ട്രൈക്കറാന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സ്ട്രൈക്കറാണ്. നമ്മളേതാണ്ട് 70-80 മില്യൺ കൊടുത്ത് മേടിച്ച ഒരു പ്ലെയറാണ്. സോ അവിടെയും ഈ പറഞ്ഞ പോലെ ഇനിയോസ് ഒന്നിനും അഡ്രസ്സ് ചെയ്യാൻ റെഡിയല്ല. ഇപ്പോൾ ഗാർനാച്ചോനെ നാപ്പോളിക്ക് വിട്ടിട്ട് ആ എന്തെങ്കിലും ഒരു ഡീലിൽ ഒഷിമാനെ ഇങ്ങോട്ട് കൊണ്ടുവരും, അതല്ലെങ്കിൽ ഇവനെ വേറെ ലോകത്തേക്കും വിടും, അങ്ങനെ എന്തെങ്കിലും സംഭവം ചെയ്യണം. ഒന്നും ചെയ്യണില്ല. ഇപ്പോൾ ഇന്ന് ട്രാൻസ്ഫർ വിൻഡോ തീരാനായിട്ട് ഇപ്പോൾ ഇന്ന് 27-ാം തീയതി, ഇനി അധികം ദിവസമൊന്നുമില്ല, ഒന്നുമേ ചെയ്യുന്നില്ല. പ്ലേയേഴ്സിന് വിൽക്കാനുണ്ടെങ്കിൽ വിൽക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നടപടി എടുക്കേണ്ടത്. ഒന്നും ചെയ്യാണ്ട് വെറുതെ നോക്കി നിൽക്കുകയാണ്. ഇത് ഗ്ലേസേഴ്സിനേക്കാൾ അപ്പുറം ആവാണ് ഈ ഇനിയോസ് എന്നാണ് തോന്നുന്നത്. ഈ ഡോർഗു എന്ന് പറഞ്ഞ് ഡോർഗു വന്നിട്ട് മാത്രം എന്തെങ്കിലും സംഭവിക്കുമോ എനിക്കറിയാൻ പാടില്ല ഗൈസ്. പിന്നെ ഓവറോൾ കളിയിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ വേറെ പിന്നെ മെൻഷൻ ചെയ്യാനുള്ളത് കോളിയറിൻ്റെ കാര്യമാണ്. ടോബി വന്നതിന് ശേഷം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. നല്ലൊരു മികച്ച ഗോൾ ലൈൻ ക്ലിയറൻസ് ഉണ്ടായിരുന്നു. പിന്നെ വേറൊരു കാര്യം മെൻഷൻ ചെയ്യാനുള്ളത് റൂബൻ അമോറിം ഇതിൻ്റെ അടുത്ത് വീണ്ടും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന കാര്യം റാഷ്ഫോർഡിൻ്റെ കാര്യം. എപ്പോഴും മീഡിയക്കാർക്ക് വേറെ പണിയൊന്നുമില്ല, എപ്പോഴും ചോദിക്കുന്ന കാര്യം റാഷ്ഫോർഡിൻ്റെ കാര്യമാണ്. അപ്പോൾ റാഷ്ഫോർഡിൻ്റെ കാര്യം ഇന്നലെ ചോദിച്ചു. പുള്ളി വളരെ ബ്രൂട്ടലായിട്ടുള്ള, ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു സംഭവം അങ്ങ് അടിച്ചങ്ങ് വിട്ടു. പ്ലേയേഴ്സ് 100% പെർഫോമൻസ് അല്ലെങ്കിൽ മാക്സിമം ഔട്ട്പുട്ട് ഇടണം, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ ഗോൾ കീപ്പിംഗ് കോച്ചിനെ പിടിച്ചിരുത്തും, 61 വയസ്സുള്ള ഗോൾ കീപ്പിംഗ് കോച്ചിനെ പിടിച്ച് ബെഞ്ചിലിരുത്തും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ ബ്രൂട്ടലായിട്ടുള്ള ഒരു അസസ്മെൻ്റാണ് റാഷ്ഫോർഡിനെ പറ്റി അമോറിം പറഞ്ഞത്. ഇതോടുകൂടി ഇനിയിപ്പോൾ റാഷ്ഫോർഡ് നോ വേ ബാക്ക്. പുള്ളിക്കാരന് യുണൈറ്റഡിൽ ഒരു ചാൻസ് ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ അവൻ തന്നെ നിൽക്കുമെന്നും തോന്നണില്ല കേട്ടോ. കാരണം ഇത്രയും വളരെ ബ്രൂട്ടലായിട്ടുള്ളൊരു കമൻ്റ് ഒരു മാനേജറുടെ അടുത്ത് കേട്ടിട്ട് പിന്നെ പ്ലെയേഴ്സ് അവിടെ ഉണ്ടാവും, ഒരു പ്ലെയർ അവിടെ ഉണ്ടാവും, ഏത് ക്ലബ്ബിലാണെങ്കിലും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ റാഷ്ഫോർഡിൻ്റെ യുണൈറ്റഡ് കരിയറാണ് അവസാനിച്ചത്. പക്ഷേ ഞാനൊരു കാര്യം ആലോചിക്കുകയാണ്, ഈ ഹോയിലൻഡിനേക്കാളും ഭേദമല്ലേ റാഷ്ഫോർഡ്. അവൻ പിന്നെയും ഗോളെങ്കിലും അടിക്കുമല്ലോ എന്നുള്ള കാര്യം. ആകെ മൊത്തം കൺഫ്യൂഷനാണ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.